നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ സനീഷ് കുമാർ ജോസഫ് MLAയുടെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പ്രഹസനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിഹരിക്കുവാനും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ സനീഷ് കുമാർ ജോസഫ് MLAയുടെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുലിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. പുലിയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ് നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. പുലിയെ പിടിക്കുന്നതിനായി നിലവിലുള്ള 4 കൂടുകളോടൊപ്പം ഒരു കൂടുകൂടി സ്ഥാപിക്കും. കൂടുതലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. 3 വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ടീം സജ്ജമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പുലിയെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ടെന്ന് DFO യോഗത്തിൽ അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാൻ വനംവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. പുലിയുടെ നീക്കം തിരിച്ചറിയുന്നതിനായി ഇതുവരെ 69 ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതലായി ഇനിയും ക്യാമറകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജനങ്ങൾ പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിനടുത്തേക്കും ചാലക്കുടി പുഴയോരങ്ങളിലും പോകരുതെന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. അടിക്കാടുകൾ വെട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്ക് യോഗം നിർദ്ദേശം നൽകി. സ്വകാര്യ സ്ഥലങ്ങളിലെ അടിക്കാടുകൾ വെട്ടുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ നോട്ടീസ് നൽകണമെന്നും യോഗത്തിൽ അറിയിച്ചു. പുലിയെ കണ്ടെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനായി പോലീസിന് നിർദ്ദേശം നൽകി. 24 മണിക്കൂറും സജ്ജമായ കൺട്രോൾ റൂം നിലവിലുണ്ട്. പുലിയുടെയും മറ്റ് മൃഗങ്ങളുടെയും കാൽപ്പാടുകളുടെ മാതൃക തയ്യാറാക്കി ജനപ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. പുലിയുടെ കാൽപ്പാടുകൾക്ക് സമാനമായ എന്തെങ്കിലും കണ്ടാൽ സംശയത്തിന്റെ പേരിൽ പരിഭ്രാന്തരാകാതെ 9188407529 എന്ന കൺട്രോൾ നമ്പറിൽ അറിയിക്കണം. ചാലക്കുടി ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ചാലക്കുടി DFO M വെങ്കടേശ്വരൻ, വാഴച്ചാൽ DFO R ലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, RFO ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും മറ്റ് ബഹുമാനപ്പെട്ട MLAയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ജനപ്രതിനിധി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഇതുവരെ ചെയ്ത നടപടികളും ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളത്. പ്രധാനമായിട്ടും പുലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള 3 ഡോക്ടേഴ്സ് നമ്മുടെ ഇവിടെ റെഡിയാണ്. കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, തൊഴിൽ ദിനങ്ങൾ 200ആയി വർദ്ധിപ്പിക്കുക, മിനിമം കൂലി 600 രൂപയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പത്മിനി സൂര്യൻ അധ്യക്ഷത വഹിച്ചു. CPIM സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, TK പത്മനാഭൻ, യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ഷിനി ജെയ്സൺ, സ്മിത മനോജ്, ശ്രീദേവി K, ജിഷ ഷിജു, പഞ്ചായത്ത് കമ്മിറ്റി അംഗം MM ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഇത്രയും കാലമില്ലാത്ത രീതിയിൽ 2005 മുതൽ 2014 വരെ
കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അത്രയധികം രീതിയിലൊന്നും ദ്രോഹിച്ചില്ല എങ്കിലും നമ്മുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി തരാറില്ല. അന്ന് 125 രൂപയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി. അത് കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സമരത്തിൽ കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, 200 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുക, NMMS ജിയോ ഫെൻസിംഗ് പരിഷ്കാരങ്ങൾ പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും NREG വർക്കേഴ്സ് യൂണിയൻ വിവിധ കേന്ദ്രങ്ങളിൽ സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോടാലി സെന്ററിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം CG സിനി ഉദ്ഘാടനം ചെയ്തു. സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കരയിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചത് പ്രഹസനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. കൊടകര ജംഗ്ഷന്റെ പ്രധാന സെന്ററുകളിലൊന്നായ കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിറയെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പറുകൾ, തുണികൾ, കോഴിവേസ്റ്റ് തുടങ്ങി നിരവധി മാലിന്യങ്ങളാണ് മേൽപ്പാലത്തിന് താഴെ കിടക്കുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. കൂടാതെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കവറുകളും മേഖലയിൽ കാണുന്നുണ്ട്. ഇതൊന്നും നീക്കം ചെയ്യാതെയാണ് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത നടപടിയിലും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VR രഞ്ജിത്ത് എന്നിവർ ചേർന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. കേരള സർക്കാരിൻ്റെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി കേരളം മാലിന്യ വിമുക്തമാക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടകര പഞ്ചായത്തും മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. കഴിഞ്ഞ 30-ാം തീയതി കൊടകര സമ്പൂർണ്ണ മാലിന്യ മുക്തമായി അല്ലെങ്കിൽ മാലിന്യങ്ങളെല്ലാം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വരെ നടത്തുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്ഥിതികളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കൊടകരയുടെ ഹൃദയഭാഗത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ മാലിന്യ കുമ്പാരങ്ങളാണ്. ഇതൊന്നും മാറ്റാതെയാണ് പഞ്ചായത്ത് ഭരിക്കുന്ന LDF സംവിധാനം കൊടകര മാലിന്യം വിമുക്തമാക്കി എന്ന് പറഞ്ഞു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ ലത TP, ഗീത PG, സുശീല K, മിനി സുരേഷ്, സ്മിത TV, അനധ്യാപകരായ സ്വപ്ന G, ശോഭന P എന്നിവരാണ് വിരമിക്കുന്നത്. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ, വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, വിവേകാനന്ദ ട്രസ്റ്റ് വൈസ് ചെയർമാൻ AG ബാബു, വിദ്യാലയത്തിന്റെ മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ സംസാരിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർമാരായ ജയശ്രീ R മേനോൻ, VM മോഹനൻ, മാതൃസമിതി പ്രസിഡന്റ് വിജിഷ അനിൽ, ക്ഷേമ സമിതി പ്രസിഡന്റ് TS മനോജ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു കടയുണ്ടായിരുന്നു. ആ പെട്ടിക്കടയിൽ ഒരു പൈസ കൊടുത്താൽ കൈ നിറയെ നാരങ്ങയുടെ ഒറിജിനൽ ഇന്നിപ്പോൾ അതിൻ്റെ ഷേപ്പുണ്ട്. ഇന്ന് നാരങ്ങക്കായ നമുക്ക് കിട്ടും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഇരിക്കുന്നത് ഒരു സംവിധാനത്തോടുകൂടി. കാരണം എന്താ, ഏറ്റവും സ്വീകരണം ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിഹരിക്കുവാനും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാനും ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ MLAയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി വീണ്ടും യോഗം വിളിച്ചു ചേർക്കുന്നതാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളാണ് വാഹനങ്ങൾ ദേശീയപാതയിലെ കുരുക്കിൽപ്പെടുന്നത്. ഇതിന് പരിഹാരമായി ചെറിയ വാഹനങ്ങൾ ബദൽ റോഡ് വഴി അടുത്ത ദിവസങ്ങളിൽ തിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി DYSP K സുമേഷ് ജില്ലാ കളക്ടറെ അറിയിച്ചു. ചിറങ്ങരയിലും മുരിങ്ങൂരും നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടുകളാണ് നടക്കുന്നത്. ഇതുമൂലം കോൺക്രീറ്റുകൾ തകരുന്ന അവസ്ഥയാണ്.
ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. നിർമ്മാണത്തെ ചൊല്ലി വ്യാപക പരാതികളാണ് ജില്ലാ കളക്ടറോട് നാട്ടുകാരും ജനപ്രതിനിധികളും ഉന്നയിച്ചത്. സ്ഥലങ്ങൾ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പരാതികൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അധികൃതരോട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ പറഞ്ഞു. നിർമ്മാണത്തിലെ അഴിമതികളും ക്രമക്കേടുകളും ഇല്ലാതാക്കുവാൻ വിദഗ്ധ സമിതി നിർമ്മാണങ്ങൾ പരിശോധിച്ച് വിലയിരുത്തും. ഒരു വശത്ത് നിർമ്മിക്കുകയും അടുത്ത സ്ഥലത്ത് പൊളിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് MLA ജില്ലാ കളക്ടറോട് പറഞ്ഞു. ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തണമെന്നും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ സർവീസ് റോഡുകളുടെയും മറ്റ് നിർമ്മാണങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും MLA സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ചാലക്കുടി DYSP K സുമേഷ്, തഹസീൽദാർ PK ജേക്കബ്, കൊരട്ടി SHO അമൃത രംഗൻ, മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PG സത്യപാലൻ, വർഗീസ് പയ്യപ്പള്ളി, ഗ്രേസി സ്കറിയ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹാരം കാണണമെന്നും ഗതാഗതക്കുരുക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടറോട് എല്ലാവരും അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസം സ്പീഡായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. കൂടാതെ ഒരുപാട് ട്രാഫിക്കാണ് പ്രോപ്പറായിട്ട് ഒരുപാട് സമയം ഇവിടേക്ക് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മറ്റു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് സമയം ഇവിടെ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സൈഡ് റോഡ് ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിൽ വൈകുന്നേരം 5 മുതലാണ് ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങിയത്. വിവിധ വലുപ്പത്തിലുള്ള കോലങ്ങൾ, പട്ടുകുടകൾ, ചൂരപ്പൊളി നെറ്റിപ്പട്ടങ്ങൾ, വക്കകൾ, മണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം, തിരുവുടയാട, ഓണപ്പുടവകൾ, നെയ്യ്, കൈപ്പന്തത്തിനു വേണ്ടതായ വെളിച്ചെണ്ണ, എള്ളെണ്ണ, മറ്റു ദ്രവ്യങ്ങൾ എന്നിവയാണ് ശാസ്താവിന് സമർപ്പിച്ചത്. കുടയുടെ ഒറ്റൽ പെരുമ്പള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണം മുക്കൽ ചേർപ്പ് KA ജോസും, തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും, മണിക്കൂട്ടം മിനുക്കിയതിൽ പെരിങ്ങാവ് ഗോൾഡിയുടെ രാജനും, വിവിധതരം വിളക്കുകൾ, കൈപ്പന്തത്തിൻ്റെ നാഴികൾ എന്നിവ പോളിഷിങ്ങിൽ ഇരിഞ്ഞാലക്കുട ബെൽവിക്സ് എന്ന സഹകരണ സ്ഥാപനവും ചുമതലക്കാരായിരുന്നു. ആലവട്ടം, ചാമരം എന്നിവ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറാണ് ഒരുക്കിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ജനവാസ മേഖലയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ സനീഷ് കുമാർ ജോസഫ് MLAയുടെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പ്രഹസനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു.
കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിഹരിക്കുവാനും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.